അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊക്കെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ദുനിയാവിലായാലും ആഖിറത്തിലായാലും രക്ഷപ്പെടുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും പ്രധാന ലക്ഷ്യം. ദുനിയാവിൽ രക്ഷപ്പെടാനും ആഖിറത്തിൽ രക്ഷപ്പെടാനും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഇസ്ലാമിൽ അനുസരിച്ച് അഥവാ ഇസ്ലാം കാര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമാണ്. ഒന്ന്, ഷഹാദത്ത് കലിമ, 2 അർത്ഥമറിഞ്ഞ് ഉച്ചരിച്ച് പറയുക എന്നുള്ളത്. അത് ഓരോ മുസ്ലിമിനും ഓൾറെഡി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യമാണ് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ആഖിറത്തിലാണെങ്കിലും ദുനിയാവിലാണെങ്കിലും മനസ്സമാധാനവും അതുപോലെ തന്നെ വിജയവും ലഭിക്കാൻ ഈ ഇസ്ലാം കാര്യം നാം ശ്രദ്ധിച്ചാൽ തന്നെ മതി. ഇസ്ലാം എന്നതിൻ്റെ അർത്ഥം തന്നെ രക്ഷ. മുസ്ലിം എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷപ്പെട്ടവൻ എന്നാണ്. ഞാൻ കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പല സ്ഥലത്തും പ്രയാസത്തിലാണ്, കുടുക്കിലാണ് എന്നൊക്കെ പറയുന്നവർ അവൻ മുസ്ലിം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടായിരിക്കും. ഒരാളുടെയും പ്രശ്നങ്ങളൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനിക്ക് എത്രയോ ചെറുതാക്കി കൊടുത്തതാവാം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി നമ്മെ എല്ലാ കാര്യങ്ങളിലും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് നിസ്കാരം. അതിൻ്റെ കാര്യം അവസാനം പറയാം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമുള്ള കാര്യമാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. സാമ്പത്തികമായി അതുപോലെ തന്നെ വഴിയാലൊക്കെ പ്രയാസമില്ലാത്ത ആളുകൾക്ക്, കഴിവുള്ള ആളുകൾക്ക് ഹജ്ജ് ചെയ്യൽ ജീവിതത്തിൽ ഒരു തവണ ഹജ്ജും ഉംറയും ചെയ്യൽ നിർബന്ധമാണ്. മറ്റൊരു കാര്യം ചുരുക്കി പറയുകയാണ്, മറ്റൊരു കാര്യം റമദാൻ മാസത്തിൽ സക്കാത്ത് കൊടുത്തു വിട്ടുക എന്നുള്ളതാണ്. റമദാൻ മാസത്തിലല്ല സക്കാത്തിന്റെ കാലം, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. സക്കാത്ത് കൊടുത്തു വിട്ടുക, നമ്മുടെ സമ്പത്തിന്, നമ്മുടെ സ്വർണത്തിന്, വെള്ളിക്ക്, അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത്, അത്തരം ഒരുപാട് സക്കാത്തുകൾ ഒരു വർഷത്തിൽ ഒരു തവണ എന്ന രൂപത്തിൽ സക്കാത്തുകൾ കൊടുത്തുവിട്ടൽ ഓരോരുത്തർക്കും നിർബന്ധമുണ്ട്. ഇനി മറ്റൊരു കാര്യമാണ് ഹജ്ജ്. സക്കാത്ത് കഴിഞ്ഞു, ഷഹാദത്ത് കലിമ നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ റമദാൻ മാസം നോമ്പെടുക്കുക എന്നുള്ളതും വർഷത്തിൽ ഒരു തവണ വരുന്നതാണ്. ഒരു മാസം വർഷത്തിൽ ഒരു തവണ, ഒരു മാസത്തിൽ നാം നോമ്പെടുക്കുന്നതിലൂടെ റമദാൻ മാസത്തിലുള്ള നോമ്പും നമുക്ക് പൂർത്തിയായി കഴിഞ്ഞു. അവസാനമുള്ളത് നിസ്കാരമാണ്. ഈ നിസ്കാരം ഒരാൾ കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ അവൻ രക്ഷപ്പെട്ടവനായി, ദുനിയാവിലായാലും ആഖിറത്തിലായാലും അവൻ രക്ഷപ്പെട്ടവനായി എന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ദുനിയാവിൽ രക്ഷപ്പെടാനും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള മാർഗമാണ് നിസ്കാരമാണ്. അതിലേറ്റവും പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്. മറ്റതൊക്കെ കൃത്യമായ ഒരു സമയത്ത്, ജീവിതത്തിൽ ഒരു തവണ, വർഷത്തിൽ ഒരു തവണ. എന്നാൽ നിസ്കാരം എന്നുള്ളത് ജീവിതത്തിൽ എല്ലാ ദിവസവും 5 നേരം നിസ്കാരം നാം നിർവഹിക്കണം. ഏറ്റവും പ്രാധാന്യത്തോടെ നാം കാണേണ്ടത് ഇശാഉം സുബഹിയുമാണ്. അതുപോലെ തന്നെ മറ്റു നിസ്കാരങ്ങളൊക്കെ നാം പ്രാധാന്യത്തോടുകൂടെ കാണണം. ഓരോ നിസ്കാരത്തിൻ്റെയും പ്രാധാന്യങ്ങൾ ഒരുപാട് ആലിമീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. 5 വഖത്ത് നിസ്കാരം നാം നിർവഹിക്കുകയും പറയപ്പെട്ട കാര്യങ്ങൾ കഴിവുള്ളവർ ചെയ്യുകയും ചെയ്താൽ അവൻ അള്ളാഹുവിനോടുള്ള കരാറ് പൂർത്തിയാക്കിയവനാണ്. അവൻ അള്ളാഹുവിനോടുള്ള കരാറ് പൂർത്തിയാക്കിയാൽ അള്ളാഹു അവനെ വിജയികളിൽ ഉൾപ്പെടുത്തും എന്നതിൻ്റെ ഉദ്ദേശം ദുനിയാവിലും അവന് രക്ഷപ്പെടാൻ സാധിക്കും, അതുപോലെ തന്നെ ആഖിറത്തിലും അവനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നിസ്കാരത്തിൻ്റെ കാര്യം വളരെ ഗൗരവത്തോടെ എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വഖത്ത് നിസ്കാരങ്ങളും നാം കൃത്യമായി നിർവഹിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നാം ഖളാ വീട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഖളാ വീട്ടേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. ഖളാ നിസ്കാരം ഓരോ വ്യക്തിക്കും നിർബന്ധമാണ്. അത് നിർവഹിച്ചാലാണ് ആ നിർബന്ധം തീരുകയുള്ളൂ, അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട നിസ്കാരം നാം നിർവഹിച്ചെടുക്കുകയും വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തുമുള്ള നിസ്കാരം അതത് സമയങ്ങളിൽ കൃത്യമായി നിർവഹിക്കുകയും ചെയ്താൽ അവൻ അള്ളാഹുവിനോട് വാഗ്ദത്തം പാലിച്ചവനാണ്. അള്ളാഹു അവനോടും വാഗ്ദത്തം പാലിക്കും. അഥവാ അവൻ രക്ഷപ്പെട്ടവനായി, മുസ്ലിമായി അവൻ രക്ഷപ്പെടുമെന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഖബറിൽ ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെക്കുറിച്ചാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിസ്കാരത്തെക്കുറിച്ചാണ് ആദ്യമായി ചോദിക്കുന്നത്. അപ്പോൾ ആദ്യ ചോദ്യം നിസ്കാരത്തെക്കുറിച്ചാകുമ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു അവനിക്ക് പുറത്തു കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ നിസ്കാരം നിർവഹിക്കുന്ന ആൾക്ക്
നിസ്കാരം നിലനിർത്തുന്ന ആള് രക്ഷപ്പെട്ടു എന്ന് ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാനായി സാധിക്കും. അതല്ലാത്ത ആൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം, അള്ളാഹു ശിക്ഷിച്ചേക്കാം എന്നാണ് ആ ഹദീസിന്റെ ബാക്കിയായിട്ട് കാണുന്നത്. അതുകൊണ്ട് നിസ്കാരം ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്. കൃത്യമായ സമയങ്ങളിൽ നിസ്കരിക്കുകയും മറ്റു ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്താൽ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും, വിജയിപ്പിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുന്ന, വിജയിക്കുന്ന, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന സാധുക്കളിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു ഏറ്റവും വലിയ കാരുണ്യവാനാണ്. ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവൻ അള്ളാഹു ആണ് എന്നതുകൊണ്ട് തന്നെ അവന്റെ കരുണയിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. Please watch and subscribe Goodness Path. Assalamu alaikum wa rahmatullahi wa barakatuh.